ഡിഗ്രി പ്രിലിംസിൻ്റെ മൂന്നാം ഘട്ടം, അതായത് ഇന്ന് ശനിയാഴ്ച ജൂൺ 15-ാം തീയതി അവസാനിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ 2024 ഡിഗ്രി പ്രിലിംസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ ഒരു എക്സാം എങ്ങനെയായിരുന്നു, ഇതൊരു അനാലിസിസ് ആണ്. എത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സേഫാണ് എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. കട്ട് ഓഫ് എന്ന് ഞാൻ പറയുന്നില്ല, എത്ര കിട്ടിയാൽ നമ്മൾ സേഫ് ആയിരിക്കും. നമ്മൾ മറ്റ് 2 ഫേസ് വെച്ച് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് എത്ര കിട്ടിയാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് എത്ര സ്കോർ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണിത്. സാധാരണ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിഗ്രി പ്രിലിംസിൻ്റെ എക്സാമിനേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ PSC എന്ത് ചെയ്യും, ഒരു ഫേസ് ഭയങ്കരമായിട്ട് ഡിഫിക്കൽട്ടാക്കും, ഒരു ഫേസ് നല്ല രീതിയിൽ സിമ്പിളും ആക്കും. അങ്ങനെയാണ് നമ്മൾ അവസാനത്തെ 2 വർഷം കണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ 2024 ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. 3 ക്വസ്റ്റ്യൻ പേപ്പറും 3 ഫേസിൽ നടന്നിട്ടുള്ള എക്സാമിനേഷനും നല്ല സ്റ്റാൻഡേർഡ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഫേസാണ് കുറച്ചുകൂടി എളുപ്പമായിരുന്നെങ്കിൽ, കുറച്ചുകൂടി ഇതും സെക്കൻഡ് തേർഡ് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്നും എളുപ്പമായിരുന്നു. ഒരു 6 മാർക്ക് 8 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ. ആൻഡ് ബാക്കി വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഡിഫിക്കൽട്ടായിരുന്നു. ഭയങ്കരമായിട്ടുള്ള വ്യത്യാസവും ഡിഫറൻസൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ആൻഡ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ GK ഫസ്റ്റ് പോർഷൻ GK ആണല്ലോ. GK വാസ് ടു ഡിഫിക്കൽട്ട്. ഈ GK ആദ്യം ചെയ്തവർ ഇന്നത്തെ എക്സാമിന് ബാക്കിയുള്ള, അതായത് GK വെച്ചിരുന്നവർക്ക് ബാക്കി മാത്സും മലയാളം ഇംഗ്ലീഷൊന്നും എഴുതാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇന്നത്തെ GK വാസ് വെരി ഡിഫിക്കൽട്ട്. നല്ല ഡിഫിക്കൽട്ടായിരുന്നു ഇന്നത്തെ GK. വെരി ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു ഓൾമോസ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ ചുരുക്കമായിരുന്നു. ആൻഡ് ഇന്നത്തെ GKയിൽ ഈ പറഞ്ഞ രീതിയിൽ, അതായത് അറിയുന്നത് മാത്രം കുത്തി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്യാതെ പോലും പോയിട്ടുണ്ടാവും. അറിയാത്തത് ഇങ്ങനെ മിസ് ചെയ്ത് പോയവരായിരിക്കും GKയിൽ അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. അല്ലാത്തവരെന്ത് ചെയ്യും, ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും GKയിൽ. ഹവർ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു നല്ല ഉദ്യോഗാർത്ഥിക്ക് GKയിൽ ഒരു 20 മാർക്കൊക്കെ മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. 20 കൂടുതൽ സ്കോർ ചെയ്തവരുണ്ടാവും. ഞാനിവിടെ പറയുന്നത് ഒരു ആവറേജ് രീതിയിൽ പഠിച്ചൊരു ഉദ്യോഗാർത്ഥി ഉണ്ടല്ലോ, അവരുടെ കാര്യമാണ്. സോ 18 മാർക്ക് 20 മാർക്ക് 21 25 താഴെയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ GK നിങ്ങൾ ആണ്. ആൻഡ് ഐ ബിലീവ് ഇതിൽ 20 മാർക്ക് 25 മാർക്കിനൊക്കെ കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നവർ ഒരിക്കലും ബാക്കിയുള്ള മാത്സും മലയാളം ഇംഗ്ലീഷൊന്നും സ്കോർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഐ എം ഡാമിൻ ഷുവർ ഫോർ ദാറ്റ്. സോ അറിയുന്നത് മാത്രം ഈസി മാത്രം പിക്ക് ചെയ്ത് അറിയാത്തത് ലീവ് ചെയ്ത് പോയി കഴിഞ്ഞാൽ കൂടി ഒരു 20 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. ഇനി നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് വാസ് നമ്മൾ ഫേസ് 1ഉം ഫേസ് 2 എടുക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കുറച്ചുകൂടി ലെങ്തി ആയിരുന്നു. ഇവിടെ വന്ന സമയത്ത് നമ്മുടെ PSCയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത്ര ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. ഇംഗ്ലീഷ് വാസ് ഇംഗ്ലീഷിൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 13 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഈ നെഗറ്റീവൊക്കെ കഴിച്ച് 13 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു. മാത്സ് നോക്കുകയാണെങ്കിൽ മാത്സ് അത്ര എളുപ്പമല്ല, അത്ര കടുപ്പമല്ല, അതിൻ്റെ മോഡറേറ്റ് ലെവലാണ്. അതായത് മാത്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു 10 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് ഐ തിങ്ക് മാത്സിൽ ഒരു 6 അല്ലെങ്കിൽ 8 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. പിക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ. മലയാളം നമ്മൾ പറയുകയാണെങ്കിൽ മലയാളം വാസ് മലയാളം അത്ര കണ്ട് ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. മലയാളം അത്യാവശ്യം പ്രിപ്പയർ ചെയ്തവർക്ക് 6 മാർക്ക് 7 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് മലയാളവും ഇംഗ്ലീഷും ആദ്യം ചെയ്തവർ ഇന്നത്തെ എക്സാമിന് അവരായിരിക്കും, മലയാളവും ഇംഗ്ലീഷും മാത്സ് ആരാണോ ആദ്യം ചെയ്തവർ അവരായിരിക്കും ഇന്നത്തെ എക്സാമിന് ഏറ്റവും കൂടുതൽ അവർക്കൊരു എക്സ്ട്രാ പോയിൻ്റ് കിട്ടിയിട്ടുണ്ടാവുക. സോ മലയാളത്തിന് ഒരു 6 മാർക്ക്. സോ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ 12, 13, 14, 15 ഒരു 45 മാർക്കൊക്കെ ഒരു മാക്സിമം ഒരു ഉദ്യോഗാർത്ഥിക്ക്, നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. ഞാനീ പറയുന്ന കട്ട് ഓഫ് അല്ല കേട്ടോ, ഞാനീ പറയുന്നത് ഒരു നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് തേർഡ് ഫേസിൽ ഒരു 45 മാർക്കൊക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗുഡ് സ്കോർ. വളരെ നല്ല സ്കോറാണ് 45ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഐ ബിലീവ് ഈ ഒരു എക്സാമിന് ഞാൻ വിചാരിക്കുന്നത് ഒരു 37 മാർക്ക് അല്ലെങ്കിൽ 38 മാർക്കൊക്കെ ആയിരിക്കും സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ എക്സാമിന് വരാൻ പോകുന്നത്. ഒരു 38 മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സബ് ഇൻസ്പെക്ടർ എക്സാമിന് നിങ്ങൾ ഒരു പക്ഷേ പ്രിലിംസ് കിട്ടിയേക്കാം. ആൻഡ് സെക്രട്ടറിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് അത്യാവശ്യം 45-46 റേഞ്ചൊക്കെ പോവാം. കട്ട് ഓഫ്.
കാര്യം കുറച്ച് വേക്കൻസിയേ ഉള്ളൂ, 150-200 വേക്കൻസി ഒക്കെ ഉള്ളൂ എന്നാണ് നമുക്കറിയാൻ പറ്റിയത്. സോ അങ്ങനെയാകുന്ന സമയത്ത് ഇറ്റ് വിൽ ബി നിയർ 45. സോ നമ്മൾ ഫസ്റ്റ് ഫേസും സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തേർഡ് ഫേസ് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു, അത്ര എളുപ്പമായിരുന്നില്ല. സെക്കൻഡ് ഫേസ് ഓൾസോ ഡിഫിക്കൽട്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണ് PSC ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. എങ്ങനെയാണ് കട്ട് ഓഫ് ഇടാൻ പോകുന്നതെന്നും എങ്ങനെയാണ് നോർമലൈസേഷനും സ്റ്റാൻഡർഡൈസേഷനും ഒക്കെ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്നും നമുക്കറിയില്ല. ആൻഡ് വി ഹാവ് ടു വെയിറ്റ് ഫോർ ദ റിസൾട്ട്. എനിവേ, നിങ്ങൾക്കൊരു 40 മാർക്കൊക്കെ ഈ ഒരു എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു ഗൈസ് ആർ റിയലി സ്റ്റഡിങ് ഗുഡ്. ആൻഡ് നിങ്ങൾ സബ് ഇൻസ്പെക്ടർ എക്സാം നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ്. ഓക്കെ, താങ്ക് യു.